ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ബ്രൗൺ ബ്രെഡ് കൊണ്ട് എങ്ങനെ വളരെ ഈസി ആയിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അധികം ചേരുവകളൊന്നും ചേർക്കുന്നില്ല. ഇത് കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന 7 ഐറ്റങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ചട്നി തയ്യാറാക്കുന്നത്. ഇതിനായി ആദ്യം പച്ചമുളകാണ്. ഒരു 3 പച്ചമുളക് എടുക്കുക. അതിനുശേഷം വേണ്ടത് കഴുകി നല്ലപോലെ വൃത്തിയാക്കിയ പുതിനയില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, പിന്നെ നമ്മൾ ചിരകിയ തേങ്ങ. ഇപ്പം കണ്ടില്ലേ, ചിരകിയ തേങ്ങ കുറച്ച് മതിയാവും. അതിനുശേഷം ഒരു 4 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ അതുപോലെ നമ്മുടെ കറിവേപ്പില. നമുക്ക് ഇതാദ്യം ചെയ്യേണ്ടത് ഇതെല്ലാം നല്ലപോലെ അരച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ നമുക്ക് ഇത് അരച്ചെടുക്കാവുന്നതാണ്. നല്ല പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇപ്പം എന്താ പകുതി അരവായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി. ഇതിൻ്റെ അളവ് നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ നല്ലപോലെ അരച്ചെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഇത്രയും നല്ല പേസ്റ്റ് പരുവത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ആവശ്യമുള്ള ബ്രൗൺ ബ്രെഡ് എടുക്കാം. അതുപോലെ കുറച്ച് ചീസ്, പിന്നെ നമ്മൾ അരച്ചെടുത്ത ആ മിക്സ്. ഇനി നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു ബ്രെഡിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് നല്ലപോലെ നമ്മുടെ മസാല യോജിപ്പിക്കുക. ഇതുപോലെ തന്നെ എല്ലായിടത്തും നല്ലപോലെ പുരട്ടി വെക്കുക ഒരു സൈഡിൽ. അതുപോലെ അതേ സെയിം പോലെ തന്നെ നമ്മൾ എല്ലാ ബ്രെഡിലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ വേറെ യാതൊരു ചീസോ അതുപോലെ യാതൊരു കാര്യവും ഇടുന്നില്ല. ഇപ്പം നമ്മൾ വീണ്ടും അടുത്ത ബ്രെഡ് എടുത്ത് അതേപോലെ തന്നെ എല്ലായിടത്തും നല്ലപോലെ അത് യോജിപ്പിച്ചെടുക്കുക. അതിനെ മാറ്റി വെച്ച ശേഷം അടുത്ത ബ്രെഡും ഇതുപോലെ നമുക്ക് എത്ര ആവശ്യമുണ്ടോ ആ ബ്രെഡുകളെല്ലാം ഇതേപോലെ തന്നെ നമ്മൾ എടുത്ത് വെക്കുക. നമ്മൾ എല്ലാ സൈഡിലും ഒരുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ യോജിപ്പിക്കാം. ഇതുപോലെ രണ്ടെണ്ണം തമ്മിൽ അടുപ്പിച്ച് വെക്കുക മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ആഡ് ചെയ്യുന്നുമില്ല. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കാം. ആ ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ചീസ് ഇടുന്നു. ആ ചീസ് ആ കല്ല് നല്ലപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കണം. ഏറ്റവും നല്ലത് ഇരുമ്പ് കൊണ്ടുള്ള ചട്ടി തന്നെയാണ്. അതാകുമ്പോൾ നല്ലപോലെ ഇരുന്ന് മുരിഞ്ഞ് വരും, നമുക്ക് നല്ല ക്രിപ്സി ആയിട്ട് കിട്ടും. ഇപ്പം നമ്മൾ എല്ലായിടത്തും ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ബ്രെഡ് വെക്കുന്നത്. നമ്മൾ ഒരു ബ്രെഡ് വെച്ചു. അതുപോലെ നമ്മൾക്ക് എത്ര ബ്രെഡ് ഉണ്ടോ അതെല്ലാം കൂടെ നമ്മൾ വെച്ചു. ഇടയ്ക്കൊന്ന് നമുക്കതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ. അതായത് പ്രസ് ചെയ്താൽ നല്ലപോലെ അത് ജോയിൻ്റ് ആകും. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കതിനെ തിരിച്ചിട്ട് സെയിം അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കതിനെ മുരിച്ചെടുക്കാം. ഏകദേശം നല്ല ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ അതിനെ തിരിച്ചെടുക്കുകയാണ്. അത് കൂടുതലിരുന്ന് കഴിഞ്ഞാൽ അതിന് കരിവ് വരും. ഇപ്പം നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു വിഭവം തന്നെയാണിത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്